തനിക്കെതിരായ TMC നേതാവിന്റെ ആരോപണത്തിൽ മറുപടിയുമായി ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പരാതി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നും CV ആനന്ദബോസ് പറഞ്ഞു. അതുപോലെ അക്രമത്തിനെതിരെ ശക്തമായ നിലപാട് എടുക്കുന്നതിനെയും ഇപ്പോൾ കണ്ടതൊന്നുമല്ല. ഇപ്പോൾ വഴിവെട്ടാൻ പോയതോട് കാര്യം തുടങ്ങി. അവിടെ ശക്തമായ ഒരു ഗവൺമെൻറ് വരണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഭരണം നടക്കണം. അല്ലാതെ അഴിമതിയിൽ കുടിച്ച ഭീഷണി കൊണ്ട് മാത്രം കാര്യങ്ങൾ നേടുന്ന ഒരു ഗുണ്ടാരാജ് വേണ്ട. ആ എളിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായി നടത്തിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, വളരെ ശക്തമായ ഒരു നിലപാടാണ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സ്വീകരിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച TMC നേതാവിൻ്റെ പരാതി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്, തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കും, അതുപോലെ അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നും ബംഗാൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ജിജീഷ്. അൽനമ്പേർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായും വ്യക്തമായുമായ നിലപാടുകൾ തന്നെയാണ് CV ആനന്ദബോസ്, ബംഗാൾ ഗവർണർ മലയാളിയുമായ ഡോക്ടർ CV ആനന്ദബോസ് പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ തളർത്താൻ ശ്രമിച്ചാലും അത്തരത്തിൽ തളരുന്ന ഒരാളല്ല. തനിക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. തന്നെ ഒരു ചുമതല ഏൽപ്പിച്ചാണ് പശ്ചിമ ബംഗാളിലേക്ക് വിട്ടിരിക്കുന്നത്. അവിടെ അഴിമതിയും അക്രമവും കൊടികുത്തി വാഴുന്ന ഒരു സംസ്ഥാനത്താണ് താൻ അവിടെ ഗവർണറായി ചെല്ലുന്നത്. ആ അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടു. 2 മന്ത്രിമാർ ജയിലിലാണ്. ഒരാൾ കൂടി ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മാത്രമല്ല അഴിമതി മാത്രമല്ല അക്രമവും അവസാനിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കൃത്യമായി തന്നെ നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആസൂത്രിതമായ ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ടാണ് കരുതുന്നത്. അന്തിമ വിജയം, അവസാനത്തെ അന്തിമ ചിരി തൻ്റേത് മാത്രമായിരിക്കുമെന്നാണ് ഡോക്ടർ CV ആനന്ദബോസ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ഇത്തരത്തിൽ ആരോപണങ്ങളിലൂടെ തളർത്താൻ കൃത്യമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ അജണ്ടയുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടക്കാൻ തനിക്ക് കഴിയും. കാരണം വാസ്തവമില്ലാത്ത കാര്യങ്ങളിലൂടെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏറെക്കാലം ഇത് ചെയ്യുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. താൻ എന്നും അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിലാണ് ഉള്ളത്. അതിൽ ഉറച്ചു നിൽക്കും. പ്രത്യേകിച്ച് അവിടെ പശ്ചിമ ബംഗാളിലെ വിദ്യാഭ്യാസ മേഖലയിലടക്കം വൈസ് ചാൻസലർ നിയമനത്തിലടക്കം വലിയ തോതിലുള്ള ക്രമക്കേടുകൾ അഴിമതികളും നടക്കുന്നതായി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെ അഴിമതികൾക്കെതിരെ സന്ധിയില്ലാത്തൊരു പോരാട്ടം താൻ തുടരുകയായിരുന്നു. ആ പോരാട്ടം ഇനിയും തുടരും. അത് കഴിയാവുന്നത്ര മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തേക്ക് തന്നെ അവിടെ എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചുമതല നൽകി കൊണ്ടുപോകുമ്പോൾ ഈ അഴിമതി അവസാനിപ്പിക്കുക, ഒപ്പം തന്നെ അവിടെ നടമാടുന്ന അക്രമവും ഗുണ്ടാരാജ്യം അവസാനിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു പ്രധാനമായും ഒരു ലക്ഷ്യമുണ്ടായിരുന്നത്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയായിരിക്കും തന്റെ ശ്രമമെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. വളരെ അടിസ്ഥാനരഹിതം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും തങ്ങൾക്ക് എതിരായി മാറുന്നു എന്ന് തോന്നുമ്പോൾ, തങ്ങളുടെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമങ്ങൾ മാത്രമാണ് ഇത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഡോക്ടർ CV ആനന്ദബോസ്. തനിക്കെതിരായ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ പരാതി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊച്ചിയിൽ ജനൻ TVയോട് സംസാരിക്കുകയായിരുന്നു. ആനന്ദബോസ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.